1 TB സ്റ്റോറേജ്. അത് തന്നെ വലിയ കൂടുതലായി പോയി അല്ലേ. 1500 രൂപയ്ക്ക് S25 Ultra ഒരു വൈബ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഏറ്റവും കുറഞ്ഞ പൈസയിൽ ഒരു S25 Ultrയുടെ വൈബ് വേണമെന്നുണ്ടെങ്കിൽ ഗൈസ് ഇത് മതി, വേറെ ഒന്നും നോക്കണ്ട, ഇത് വാങ്ങിച്ചോ. മോഡൽ ഏതും ചെയ്യും മോഡൽ S25 Ultra അല്ലേ, പക്ഷെ ഇത് കോപ്പിയാണ്, ഒറിജിനൽ അല്ല. എയർ ടാബ് എന്ന് പറഞ്ഞിട്ട് അകത്ത് S25 Ultra തന്നെയാണ്. സെറ്റിങ്സിന് അകത്ത് S25 Ultra. ഓക്കെ, S25 Ultra 5G സ്മാർട്ട് ഫോൺ ആണ്. ഞാൻ ഇപ്പോൾ ഇതിൽ ഇത് ഗൾഫ് സാധനമാണ്. ഗൾഫ് സാധനത്തിൽ സിം ഇട്ടാലൊന്നും എടുക്കൂല, ജിയോ സിം ഇട്ടാലും എടുക്കും. പക്ഷെ ഇതിൽ ഞാൻ ഇപ്പോൾ ജിയോ സിം ഇട്ടിരിക്കുകയാണ്. ഞാൻ ഒരു കോൾ വിളിക്കാം. നമ്പർ പറഞ്ഞോ, 71 29. ഇത് നമ്പർ മാറ്റിക്കളയേ, നമുക്കിതിൽ കോൾ ചെയ്യാമേ. എടുക്കണ്ട സൈലന്റ് ആയിരിക്കും. ബെല്ലടിക്കുന്നുണ്ട്, ഞാൻ സ്പീക്കർ ഇടാമേ. ആണല്ലേ, വിളിക്കാം. ഒരു മിനിറ്റ് ആണല്ലേ, ബെല്ലടിക്കുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്താൽ. ഹലോ ഓക്കെ. അപ്പോൾ ഇതിൽ കോളൊക്കെ വിളിക്കാൻ പറ്റിയ ഒരു 5G നെറ്റ്വർക്കാണ് ഇതാ എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഒരു 5G ഫോൺ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് കൊള്ളൂലേ. നൈസ് സാധനമാണ്, വിലയും കുറവാണ്, 2 സിം ഇടാം. പക്ഷെ എനിക്ക് ഞാൻ നോക്കിയപ്പോൾ ഇതിൽ ഒരു സിം എടുത്ത് മതിയല്ലോ, ഒരു സിം പോരെ, ഒരു സിം എടുക്കുന്നുള്ളൂ. ഞാൻ നോക്കിയപ്പോഴത്തേക്കും 2 സിമ്മിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ഗൾഫ് സെറ്റാണ്. ജിയോ സിം ഞാൻ പ്രതീക്ഷിതയില്ല ജിയോ സിം ഇതിലെടുക്കുമെന്ന്. പക്ഷേ ഞാൻ ചുമ്മാ എൻ്റെ സിമ്മിനെ ഇളക്കി ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ജിയോ സിം എടുത്ത്. നെറ്റ് നമുക്ക് ഇതിൽ പ്രത്യേക ആപ്പ് കോൾ വിളിക്കാനായിട്ട് ഗൾഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുമേ. പക്ഷെ ഇതിൽ അങ്ങനെ ആപ്പുകളോ കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ത്രൂ ആയിട്ട് തന്നെ സിം ഇടുക, സിം നെറ്റ്വർക്ക് വരും, 5G വരും. അത് നമുക്ക് കോൾ വിളിക്കാൻ നമ്മൾ നോർമൽ കോളിംഗ് സെറ്റിങ്സ് തന്നെ കോൾ വിളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ വേറെ ഒന്നും പറയണ്ടല്ലോ, നല്ല വെയിറ്റ് ഉണ്ട്, അല്ല ചാർജ് പക്കായിട്ട് നിൽക്കും, അതിനുള്ള ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. സാധനം ഒരു ടാബ് മോഡൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാം. പിന്നെ ക്യാമറ ക്വാളിറ്റി, എല്ലാവരും നോക്കുന്നത് ക്യാമറ ക്വാളിറ്റി അല്ലേ. ക്യാമറ ക്വാളിറ്റി നോക്കിക്കും, സൂപ്പർ ആയിട്ടോ, ഒരു രക്ഷയില്ല. സൂമിങ് അത്യാവശ്യം ക്വാളിറ്റിയേ ഉള്ളൂ, സൂമിങ്ങിന് നല്ല ക്വാളിറ്റി. S25 Ultra എന്നാണ് മോഡല്, പക്ഷേ അത്യാവശ്യം സൂമിങ് ക്വാളിറ്റി ഉള്ളൂ, വലിയതായിട്ടൊന്നും പ്രതീക്ഷിക്കില്ല. പക്ഷേ നോർമൽ ബേസിൽ നോർമൽ ഫോട്ടോയിൽ സൂപ്പർ, ഒരു രക്ഷയില്ല, സൂപ്പർ ക്വാളിറ്റി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ സെൽഫി ഫേസ് ഇങ്ങനെ കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ലാത്ത നല്ല ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. നല്ലൊരു ക്വാളിറ്റി എത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. സ്റ്റോറേജ് കൂടെ നോക്കട്ടെ, 1 TB. പൊന്നി, ഇതൊക്കെ ഉള്ളത് തന്നെ 1 TB സ്റ്റോറേജ് ഉണ്ട്. പക്ഷെ നല്ല പെർഫോമൻസ്, നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. ഇതേപോലത്തെ നമുക്ക് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹാങ് കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഇത് ഒരു ഹാങ്ങും ഇല്ല, സൂപ്പറായിട്ട്. ജിയോ സിം, അതിലൊന്നും ജിയോ സിം ഇടാനും പറ്റില്ല, സിം ഇട്ടാൽ വർക്കാവില്ല. പക്ഷേ ഇതിൽ സിം ഇതാ നെറ്റ്വർക്ക് ഫുള്ളാണ്, 5G നെറ്റ്വർക്ക് ഇടുന്ന സൂപ്പർ ഒരു വൈബ്, ഒരു S25 Ultra വൈബ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം, വൈബ് എന്നേ പറയാം. ആ ഒരു വൈബ് നമുക്ക് ഇതിൽ S25 Ultra'യുടെ വൈബ് അത് മാത്രം നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതിൽ കിട്ടും, അത്രയേ ഉള്ളൂ. വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. 7500 രൂപയാണ് ഈ S25 Ultra'യുടെ വില. 5G സ്മാർട്ട്, അത് ഞാൻ ഫുൾ ചെക്ക് ചെയ്തേട്ടാ, അത് കോപ്പിയാണ്. പക്ഷേ കോപ്പി എന്ന് പറഞ്ഞാൽ അങ്ങ് ഇൻസൾട്ട് ചെയ്ത് കളയണ്ട, സൂപ്പർ സാധനം കേട്ടോ, മുട്ടായി കൊണ്ടിരിക്കും. അത് കാണുമ്പോൾ നമ്മൾ കണ്ടില്ലേ, ഒരാൾ കണ്ട് കയ്യിലെടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് S25 Ultra എന്നേ പറയുള്ളൂ, അതിൽ മാറ്റമില്ല. അതേ സ്ക്വയർ ഡിസൈനിങ് എല്ലാം പക്ക S25 Ultra തന്നെയാണ്. സെറ്റിങ്സിൻ്റെ അകത്ത് നോക്കിയാലും S25 Ultra എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കോപ്പിയാണ്. ഇത് ഓഫ് ചെയ്ത് കാണിച്ചു തരാമേ. ഇത് എല്ലാം ഞാൻ ഓഫ് ചെയ്യണേ, പവർ ഓഫ്. ഫുൾ സാംസങ്ങിൻ്റെ സെയിം സെറ്റിങ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പവർ ഓഫ് ചെയ്യണേ. പവർ ഓഫ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇത് ചൈനയാണെന്ന്. അപ്പോൾ പഴയ മുമ്പൊക്കെ ചൈന സെറ്റ് എടുത്ത് ഓൺ ചെയ്യുമ്പോൾ ഒരു ശബ്ദമുണ്ട്, ആ ഒരു ഫീലാണ് നമുക്ക് ഓൺ ചെയ്യാണ് സാധനം. ചാർജൊക്കെ പക്കറ്റ് നിൽക്കും കേട്ടോ. ഓഫ് ചെയ്യോ ഓൺ ചെയ്യോ അങ്ങനെ യാതൊരു കംപ്ലൈൻ്റ് ആയിട്ട് ഇതിലൊന്നും തന്നെ ഈ നിലവിൽ വേറെ ഒരു പ്രോബ്ലവും ഇല്ല.
എന്തെങ്കിലും ചെറിയ ഡിഫക്റ്റ് പറയാനായിട്ട് നോക്കിയാലും ഒരു വലിയ അടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൻ്റെ പൗച്ച് കാര്യങ്ങളോ പെന്നില്ല. ഇതോടെ പെണ്ണ് വരും, പെണ്ണില്ല, പെണ്ണുണ്ടായിരുന്നു, പെണ്ണില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് ഗൈസ് ഇതൊന്ന് ഡിസ്പ്ലേ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് S25. ഇപ്പോൾ ഒരാൾ കണ്ടില്ലേ, ഇത് കണ്ട് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കണ്ട ഉടനെ ആ ബാക്ക് സ്ക്വയറായിട്ട് വരുന്നത്, ആ ക്യാമറ ഡിസൈൻ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഗൈസ് S25 Ultra അതിന് വേറെ മാറ്റം ഇല്ലാത്തൊരു സംഭവമാണത്. പക്ഷേ ഇത് കയ്യിലെടുത്ത് കഴിയുമ്പം പേര് വന്നിരിക്കുന്നില്ല, എയർ ടാബ് എന്ന് പറഞ്ഞിട്ടൊരു പേര്. പിന്നെ ക്യാമറ നമുക്ക് എല്ലാവർക്കും സെറ്റിനെ കുറിച്ച് അറിയണമെന്നില്ലല്ലോ, എല്ലാവർക്കും സെറ്റിനെ കുറിച്ച് വല്ല ധാരണ ഒന്നും ഇല്ലാത്ത ഒരുപാടുണ്ട്. എനിക്കറിയാം ഇവിടെ ഒരുപാട് വരുന്നവർക്ക് ഒന്നും പലർക്കും സെറ്റിനെ കുറിച്ച് കൂടിയ ഫോണുകളെ കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ അറിയാവുന്നവർക്ക് പെട്ടെന്ന് ഇത് ചൈന എന്ന് മനസ്സിലാവും. പക്ഷേ നമ്മൾ S25 Ultra എന്നൊരു സാധാരണ ഒരു ആൾക്കാരെ കൊടുത്ത് അവർ നോക്കിയിട്ട് നല്ല ഫോൺ കിട്ടാൻ അടിപൊളി ഫോൺ വാങ്ങിച്ചിട്ട് പോകും. പക്ഷേ ക്യാമറ തന്നെ നമുക്ക് കാണുമ്പോൾ നമുക്കറിയാം ഇത് ഡെമോ 1 2 3 ക്യാമറ ഡെമോയാണ്, ഒറിജിനൽ അല്ല, പക്ക ഡെമോ ക്യാമറയാണ് 3 ഇത് മാത്രമേ ഉള്ളൂ അതിൽ ഒരു ചൈന ഒരു ക്യാമറ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഈ ഒരു മുകളിലത്തെ ഈ ഒറ്റ ക്യാമറ ഉള്ളൂ, ബാക്കി 1 2 3 ക്യാമറയൊക്കെ ഗൈസ് ചുമ്മാ കിട്ടുകയാണ് ഇവർക്ക്, കണ്ടില്ലേ, ചുമ്മാ വാങ്ങിച്ച് വെച്ചേക്കാണ്. പിന്നെ ഫേസിൽ ഒറ്റ ഇതേ ഉള്ളൂ. പിന്നെ എടുത്ത് തരാൻ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ചെറിയ പെയിൻറ്റിങ് പൗച്ചില്ല, വേറെ കംപ്ലൈൻ്റ് ആയിട്ട് എടുത്ത് പറയാനായിട്ട് ഒന്നുമില്ല കേട്ടോ. പിന്നെ 512 സ്റ്റോറേജ് 1 TB സ്റ്റോറേജ് അത് തന്നെ വലിയ കൂടുതലായിപ്പോയി അല്ലേ. അപ്പം ഇത് തന്നെയാണ് സംഭവം, വേറെ പറയാനൊന്നുമില്ല ഗൈസ്. ഈ ഒരു കണ്ടീഷനിൽ 7500 രൂപയാണ് ഗൈസ്, 7500 രൂപയ്ക്ക് S25 Ultra ഒരു വൈബ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഏറ്റവും കുറഞ്ഞ പൈസയിൽ ഒരു S25 Ultrയുടെ വൈബ് വേണമെന്നുണ്ടെങ്കിൽ ഗൈസ് ഇത് മതി, വേറെ ഒന്നും നോക്കണ്ട, ഇത് വാങ്ങിച്ചോ. സിമ്മ് കണ്ടല്ലോ, എൻ്റെ സിമ്മാണ് ഞാൻ ഇട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സാധനം നിലവിൽ പക്കയാണ്, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ ഗൈസ് എത്രയും പെട്ടെന്ന് നമ്മൾ നമ്പറിലൂടെ കോൺടാക്ട് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് വേറെ നല്ല നല്ല സ്മാർട്ട് ഫോൺ വരുമ്പോഴത്തേക്ക് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ